ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു, ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല. മാത്രമല്ല സുഖം ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ വീഡിയോസൊന്നും ഇടാറുമില്ല. പിന്നെ കുട്ടികളുടെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒരു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളിലുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പണിക്കാർ ഒരാഴ്ച വന്ന് പിന്നെ വന്നതുമില്ല. ഇതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാനും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാത്റൂം ആക്കണില്ല. ഇതെന്താണെന്നറിയോ, എനിക്ക് അസുഖമൊക്കെ ആയപ്പോൾ ഞങ്ങളെ ഇവിടെ 2-3 പ്രാവശ്യം നമ്മൾ നോക്കണമല്ലോ, വീടിൻ്റെ സ്ഥാനം നോക്കണ ഇത് കൊണ്ടുവന്നപ്പോൾ കാര്യം ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവർ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കയ്പ്പയ്ക്കുപ്പേരി, അതുപോലെ ഇതുണ്ടോ മോര് കറി ഉണ്ടാക്കി. ഇപ്പോൾ വൈകുന്നേരത്തേക്കും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. മോര് കറി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം കടലക്കറി ഉണ്ടാക്കിയതാണ്. ചപ്പാത്തി 10 മണിക്ക് ചായക്ക് കടി കൊടുക്കണ്ടായിരുന്നു. കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ കുറച്ച് അധികം വെച്ചതായിരുന്നു. 3 ആൾ പണിക്ക് ഉണ്ടാവാറുണ്ടെന്ന് 2 ആളെ വന്നുള്ളൂ. ഞങ്ങൾക്കും വേണ്ടേ, അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിഭവം. അച്ചാറുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണ്ടിട്ട് ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടോ, ഇതാണ് എൻ്റെ മൂത്ത കുട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ള മൂത്ത കുട്ടി. ഇത് ചെറുത്. പിന്നെ 2 കുട്ടികൾ. ഇവരെ ഏട്ടനുണ്ട്. ഏട്ടൻ ഇവിടെ ഇല്ല. ചേച്ചി ഇവിടെ ഇല്ല. ഒക്കെ സെറ്റിൽഡാണ്. ഏട്ടൻ ഗൾഫിലാണ്, ചേച്ചി പാലക്കാട്. പിന്നെ ഉള്ളത് ഇവനും ഇവളും ഞാനും. പിന്നെ രാവിലെ നേരത്തെ പോവും അച്ഛൻ. രാത്രി ഒരു 8-8:30 ആകുമ്പോഴേക്കും എത്തും. കടയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കുട്ടികളെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ മടിയായി. എന്തായാലും ക്ഷീണമൊക്കെ കുറേ മാറിയതാണ്. ഞാൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേയൊക്കെ ഇതായി വരുന്നുണ്ട്. പിന്നെ ഉറക്കം രാത്രിയായി. ഞാൻ പകൽ ചിലപ്പോൾ കൊണ്ട് ഉറങ്ങും. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഇവിടെ ഉണ്ട്. പിന്നെ രാവിലെ 8 മണിക്ക് പോകുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് വൈകുന്നേരം 5 മണിക്ക് തിരിച്ച് ഓടി വരിക, അത് എനിക്കൊരു ശാശ്വതമല്ല. കാരണം പിന്നെ അതുമല്ല, ഞാനിപ്പോൾ ഈ 4 വർഷം ലീവ് എടുത്തില്ലേ, അപ്പോൾ നമുക്ക് ഇൻക്രിമെൻ്റ് ഒന്നും അവർ 4 വർഷത്തെ തരാണ്ടാവില്ല. ഞാൻ അന്ന് ജോലി ചേർന്ന അതിന്ന് എന്തെങ്കിലും കൂട്ടി തരിക കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ 3-4 വർഷത്തെ ഇൻക്രിമെൻ്റ് ഒന്നും അവർ തരാണ്ടാവില്ല. ഒരു അണ്ണയുടെ സ്ഥാപനമാണ്. പിന്നെ മാത്രമല്ല ഇതേപോലെ ഓടാനോ പിന്നെ വേനൽക്കാലം എനിക്ക് പറ്റില്ലേ, ചൂട് പറ്റില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ ഒരുപാട് മനസ്സറിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാനുള്ളത് ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് കൊടുത്തിരുന്നേ. പിന്നെ ചെറിയൊരു ഇതുകൊണ്ട് നിൽക്കേണ്ടി വന്നത് കൊണ്ടുകൊടുക്കാൻ ആളില്ലാഞ്ഞിട്ട് ഇവരൊന്നും ഗൾഫിൽ പോയി വിസിറ്റിങ്ങിന്. പിന്നെ ശബരിമലയ്ക്ക് പോയപ്പോൾ ആ ഒരു മാസം നിന്നു. പിന്നെ വിസിറ്റിങ്ങിനും പോയി. പിന്നെ അത് തുടർച്ചയായിട്ട് കൊണ്ടുവന്നില്ല. അവർ പിന്നെ നേരെ കടയിലേക്ക് കയറുകയും ചെയ്തു. അതുണ്ടായത്. ഇനി അപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ആക്കണുണ്ട്. അപ്പോഴേക്കാണ് ഈ ഗ്യാസിൻ്റെ ക്ഷാമൊക്കെ വന്നത്. ഞാൻ എൻ്റെ ഗ്യാസ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഗ്യാസ് ഉണ്ട്, അതെടുത്തിട്ട് അധികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഇത് കാണുന്ന കുറച്ചാളെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഞാനത് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പിന്നെ എൻ്റെ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വരുമാനമൊന്നും വേണ്ട, നമുക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക്. പിന്നെ ഈ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്, അത്ര എനിക്ക് വേണ്ടുള്ളൂ. കുട്ടികൾ ചോദിച്ചാലൊക്കെ തരും. പിന്നെ അവർക്ക് ബാധ്യതയും ഇതൊക്കെ ഉണ്ട് എന്തായാലും. അത് കാരണം എനിക്ക് ഈ 10-20 വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് ഒരാളുടെ അടുത്ത് 1,000 രൂപ തരുമോ 2,000 രൂപ തരുമോ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് മെയിൻ പ്രശ്നം, അതാണ്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാനിങ്ങോട്ട് മറ്റുള്ളവർക്ക് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ മനസ്സിൽ വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ എത്രയും വലിക്ക് എത്തിച്ചില്ല ദൈവം. ഞാൻ മരണത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വിചാരിച്ചിട്ട് എന്നെയും കൂടെ ഒന്ന് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം. പലരും പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ സ്വന്തം അനുഭവമാണ് വലുതെന്ന് വിചാരിച്ചിരിക്കുന്നവരല്ല എല്ലാവരും. എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്.
നമ്മളുടെ ജീവിതം നമുക്ക് നന്നാക്കണം എന്നല്ലേ തോന്നുക. ഒപ്പം കൂടുള്ളവരെയും കൂടി സഹായിക്കുക. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാൻ മടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും സഹായിക്കേണ്ട, ഒന്നുമില്ലെങ്കിലും ഞാൻ കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് കിട്ടിയതാ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ മോൾക്കൊന്നും സ്വഭാവം ഇല്ല. അവളൊന്നും വല്ലാതെ ഞങ്ങൾ കൊടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്താണെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വയസ്സായവരൊക്കെ വന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവരെന്താ ചോദിച്ചാൽ ഒക്കെ എടുത്ത് കൊടുക്കും. ഞാൻ അരി ഉണ്ടോ കുട്ടി അരി കൊടുക്കും, കാപ്പിപ്പൊടി ഉണ്ടോ ചോദിച്ചാൽ കാപ്പിപ്പൊടി, പഞ്ചസാര എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് കൊടുക്കും. പിന്നെ അവർ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ തോർത്ത് ഒക്കെ കൊടുക്കും ഞാൻ. അത് വിചാരിച്ചിട്ട് ഇവിടെ ഇടയ്ക്ക് വരുന്നവരുണ്ട്. ഇനി ഞാൻ വരുമ്പോൾ വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. വയസ്സായ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ. അത് ഓരോ ആവശ്യങ്ങളും വേണ്ട ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ ബസ്സിന് വന്ന് വള പൈസയും കൊടുക്കും എൻ്റെ അടുത്ത് ഇരിക്കണുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടു പഠിച്ചതാണ് ഞാൻ. എൻ്റെ അമ്മ എല്ലാവർക്കും ദാനം ചെയ്തു തരും. ആർക്കും അമ്മ കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അമ്മയ്ക്ക്. പക്ഷേ അമ്മ മരണം വരെ ആരും നോക്കായേ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അമ്മ അനുഭവിച്ചിട്ടില്ലേ. പൈസയ്ക്കൊക്കെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ എന്നാലും അമ്മേനെ കെയർ ചെയ്യാൻ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ആൺമക്കളും എൻ്റെ അമ്മേനെ എൻ്റെ ഏട്ടനുണ്ട് ഇപ്പോൾ ഉള്ളതിലേക്ക് രണ്ടാമത്തെ ഏട്ടൻ. ആ ഏട്ടനാണ് അമ്മേനെ. ഏട്ടൻ നല്ല ശക്തിയാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെന്നെങ്കിൽ എനിക്ക് വയ്യല്ലോ, എടുത്ത് പൊക്കാനും ഇതിനൊന്നും വയ്യേ. അപ്പോൾ ചേച്ചിക്കും വയ്യ. ചേച്ചിക്ക് കാലുകൊണ്ട് വയ്യ. ഒരു പ്രാവശ്യം വീണതാ. പിന്നെ അത് നേരിയിട്ടില്ല. അപ്പോൾ അവളൊന്നും ഇങ്ങനെ ഇതായിട്ട് നടക്കും. അപ്പോൾ അവളിങ്ങനെ ഇതാക്കണുണ്ട്. ഭയങ്കര തടിയുണ്ട് വലിയ ചേച്ചി. അപ്പോൾ എൻ്റെ ഏട്ടൻ പറയും അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കടന്നാക്കുമ്പോൾ പിന്നീട് മാറി നിൽക്കുകയെന്ന് അറിയും. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ട് ഏട്ടൻ്റെ അമ്മ കിടക്കുന്ന റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയും എൻ്റെ അടുത്ത്, ചെറിയ ഏട്ടൻ്റെ അടുത്താണ് കടന്നിരുന്നത്. പക്ഷേ രണ്ടാമത്തെ ഏട്ടനാണ് നന്നായി നോക്കിയിരുന്നത്. അടുത്തന്നെ വീടുണ്ടായിരുന്നു രണ്ടാമത്തെ ഏട്ടൻ്റെ. രാവിലെയും വൈകുന്നേരവും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയും മാറി കയറിയും. എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് നിന്നൊക്കെ ആ ഏട്ടൻ ഒറ്റയ്ക്ക് എടുത്തിട്ടാണ് കൊണ്ടുപോകും അമ്മേനെ യൂറോപ്യൻ ക്ലോസറ്റിൽ. എന്നിട്ട് ഏട്ടൻ തന്നെ കഴുകി കൊടുക്കും അമ്മയ്ക്ക്. ഒരാണങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഏട്ടനത് കഴുകി കൊടുത്ത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടത്തിയിട്ടേ ഏട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താ അറിയോ ആ ഡയലോഗ്? ഞാൻ എപ്പോഴും ഓർക്കും ഏട്ടനെ. പിന്നെ എനിക്കൊരു അറപ്പുമില്ല. നമുക്ക് അറപ്പ് പാടില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഈ നമ്മുടെ വയറ് തൊട്ടിട്ടാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും നമ്മുടെ ഈ വയറിലായിരുന്നു കടന്നിരുന്നത്. നമ്മൾ ഈ വയറിൽ നിന്നാണ് നമ്മളും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ വയറും അല്ലെങ്കിൽ ആ അമ്മേനെ കക്കൂസ് പോയി കഴുകാനും എനിക്ക് മടിയില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മടി തോന്നുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്കത് മടിയില്ല കേട്ടോ. ഈ വയറിലാണ് നമ്മൾ കടന്നിരുന്നത് കാരണം. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്ന് കേട്ടിട്ട് ഏട്ടൻ എപ്പോഴും ഏട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ഏട്ടനെ കഴുകി കൊടുക്കുക. അമ്മയ്ക്ക് പിന്നീട് മടിയൊന്നും ഇല്ലാതെ വയ്യാതെ ഇല്ലേ. അത് കാരണം ഏട്ടനെ കൊണ്ട് ഉടുപ്പിച്ച് കൊടുക്കും. ഏട്ടൻ കണ്ടുകൊണ്ട് വരികയാണ്. അമ്മ മൂത്രമൊക്കെ പോയിരുന്നു. പിന്നെ കിടക്കുന്നോർത്തിയിൽ തന്നെ പാമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ കാലൊക്കെ പൊട്ടും പറഞ്ഞിട്ട് അതും ചെയ്തില്ല. ഒരു 2-3 മാസം അമ്മ നന്നായി വയ്യാതെ കിടക്കും, 2 മാസത്തോളം. അപ്പോൾ പറയും ഏട്ടനാണ് പെട്ടെന്ന് മൂത്രമൊഴിച്ചൊന്ന് ഏട്ടൻ വരുമ്പോൾ തന്നെ ഇങ്ങനെ തപ്പി നോക്കിയിട്ടാണ് വരിക. എന്നിട്ട് വേഗം അമ്മേനെ എടുത്തിട്ട് ഇതൊക്കെ മാറ്റി മുണ്ടൊക്കെ കൊടുത്തു കൊടുക്കും അമ്മ. അപ്പോൾ ആ ഏട്ടൻ പറയണതാ നമ്മൾ പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ സത്യം പറഞ്ഞാൽ 12ാമത്തെ മകളാണ് ഞാൻ. അതായത് ഞങ്ങൾ 6 ആളേനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ അമ്മ പ്രസവിച്ചിട്ടും 7 വയസ്സിൽ 6 വയസ്സിൽ 1 വയസ്സിലൊക്കെ മരിച്ചവരാണ്. ഇരട്ട കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു, അത് മരിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് അമ്മ 10 പ്രസവിച്ച് 12 കുട്ടികളെന്ന് എപ്പോഴും പറയും അമ്മ. കാരണം ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഇരട്ട കുട്ടികളെ പ്രസവിച്ചു അമ്മ എന്തോ അങ്ങനെ പറയാറുണ്ട്. ആ കാര്യം എനിക്ക് അത്ര ഇതില്ല. പക്ഷേ ഞാൻ അത്രയും ലാസ്റ്റിലത്തെയാണ്. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയണതാ 10 പ്രസവിച്ച വയറാണ് കേട്ടോ ഇത്. നമ്മൾ 10 ആളും വന്നത് ഇതെന്നാണ്. അപ്പോൾ അമ്മേനെ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? അമ്മേനെ നമ്മളല്ലേ നോക്കണ്ട് ഏട്ടൻ പറയും എപ്പോഴും. അങ്ങനത്തെ ആണുങ്ങളൊക്കെ മക്കളായിട്ടുണ്ടെങ്കിലേ പിന്നെ എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ അമ്മ ഭാഗ്യം ചെയ്ത പോലെ എനിക്ക് തോന്നും. പൈസ കുറവുണ്ടായിരുന്നു. എല്ലാവർക്കും പൈസ ബുദ്ധിമുട്ട് തന്നെയാണ്. അമ്മേനെ കുറേ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അവസാനം പിന്നെ ഡോക്ടർ പറഞ്ഞു വയസ്സായില്ലേ, ഇനിയിപ്പോൾ വീണതാണ് അമ്മയ്ക്ക് പ്രശ്നമായത്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് അസുഖങ്ങൾ പലതുമായിട്ടുണ്ട് വന്നു. അതുണ്ടായത് അമ്മ മരിക്കും വരെ 86-87 വയസ്സായിരുന്നു അമ്മയ്ക്ക്. അതുവരെ അമ്മയ്ക്ക് ഒരു പ്രഷറോ ഷുഗറോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഭക്ഷണം അങ്ങനെയായിരുന്നു. നല്ല ഭക്ഷണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കഞ്ഞി, ഉപ്പേരി, ചിലപ്പോൾ എന്തെങ്കിലും തൊട്ടുകൂട്ടാൻ ഒരു പുളിയിഞ്ചി. ഇറച്ചി മീനൊന്നും അമ്മ കഴിക്കുന്നേ ഇല്ല. മീൻ സ്രാവ് ഇഷ്ടമായിരുന്നു. പിന്നെ ചിക്കൻ കഴിക്കും. എങ്ങനെയെന്നറിയോ? കറി വെച്ചാൽ അതൊന്നും ഇഷ്ടമല്ല. അതിങ്ങനെ വരട്ടില്ലേ, വറുക്കല്ല വരട്ടിയിട്ട് അതിന്ന് 2 കഷ്ണമൊക്കെ എടുത്ത് കഴിക്കും. അല്ലാണ്ട് തീരെ വെജിറ്റേറിയൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടമല്ല തോനെ കഴിക്കണത് അങ്ങനെയൊന്നും. അത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ സ്രാവ് ഇഷ്ടമായിരുന്നു. ഞങ്ങളവിടെ ഓണം വിഷു തിരുവാതിരയ്ക്കൊക്കെ അമ്മയ്ക്ക് സ്രാവ് വേണം. നല്ല സ്രാവ്, അതിൻ്റെ കഷ്ണം ഉള്ളി മുളകൊക്കെ അരച്ചിട്ട് വെക്കണം അമ്മയ്ക്ക്. എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമാണ് അതായിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് കുറച്ച്
ഒരു പൊതിച്ചോറോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ ഞാൻ അതേപോലെ രാവിലെ മുതൽ ഞാൻ വീഡിയോ ഇടണമെന്നുണ്ട് എനിക്ക്. മഴക്കാലം വന്നു, ഇനിയിപ്പോൾ മഴയാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ ഓക്കെ, ബൈ എല്ലാവർക്കും.